Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്ററിലെ അവസാനത്തെ എക്സാം ആണ് നെക്സ്റ്റ് നടക്കാനുള്ളത്. പ്രാക്ടിക്കൽ ടാക്സേഷൻ. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ഫസ്റ്റിൻ്റെ എക്സാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ്. ഓക്കെ, അസൈൻമെൻറ്റ് സപ്പോർട്ടും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പ്രാക്ടിക്കൽ ടാക്സേഷൻ്റെ ഡിസ്കഷൻ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ആദ്യം പറയാനുള്ള ഒരു കാര്യം, നമുക്ക് സാധാരണ 5 പേപ്പറിൽ ഒരു പേപ്പർ പലപ്പോഴും കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് വരാറുണ്ട് ഏത് കേസിലും. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു സബ്ജക്റ്റ് പ്രാക്ടിക്കൽ ടാക്സേഷൻ തന്നെയാണ്. ഇതിൽ നിന്നൊരു 4 ക്വസ്റ്റ്യൻസിൻ്റെ സജഷൻസ് നൽകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ കൂടിയിട്ട് വരുന്നത് 2 ബ്ലോക്ക് 4 ചാപ്റ്റേഴ്സ് ആണ്. സോ എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളുടെ സജഷൻസ് ആണ് നമ്മൾ നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ 1 എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക. ഹൗ ടു ഫയൽ GST റിട്ടേൺ ഓൺലൈൻ. GST റിട്ടേൺ ഓൺലൈനിൽ എങ്ങനെയാണ് ഫയൽ ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും. ഇതാണ് ആദ്യത്തെ പ്രതീക്ഷിക്കുന്നൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ്, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ITR. അത് ITR 1 മുതൽ 7 വരെ ഉണ്ട്. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്, അടുത്ത സജഷൻ, നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവും. 4 ക്വസ്റ്റ്യനിൽ 3 തിയറി, ഒരു പ്രോബ്ലം ആണ് വരിക. സോ ഇതിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് TDSO അതല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ലൈബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഡിഫോൾട്ട് വരുമ്പോൾ ഇൻട്രസ്റ്റ് അതിൻ്റെ ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോബ്ലം. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരെണ്ണം കൂടി ഉള്ളത് അഡ്വാൻസ് ടാക്സ് ആണ്. അപ്പോൾ ഈ 3 പ്രോബ്ലംസും നോക്കി വയ്ക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം വരും. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് TDSO, ഇൻട്രസ്റ്റ് ലൈബിലിറ്റിയോ അഡ്വാൻസ് ടാക്സും നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രോബ്ലത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ചോദ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് TCS. എന്താണ് TCS? GSTയുടെ എന്താണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് ആദ്യം, TCSൻ്റെ ഷോർട്ട് എക്സ്പ്ലനേഷൻ ആദ്യം, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസ് TCSൻ്റെ, അത് GSTയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, GST. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം, അപ്പോൾ ഈ 4 ചോദ്യങ്ങളിൽ നിന്ന് 2 എണ്ണം കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ TDSO അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ലൈബിലിറ്റിയുടെ ഒരു പ്രോബ്ലം, അഡ്വാൻസ് ടാക്സ് ഉണ്ട് ഒരു പ്രോബ്ലം. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പോൾ മുകളിൽ പറഞ്ഞ തിയറി ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇതിൽ നിന്ന് 2 എണ്ണമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നൽകുന്നത് ചിലപ്പോൾ SA അല്ലെങ്കിൽ 5 മാർക്കിൽ അങ്ങനെയും വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും നോക്കി വയ്ക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. GSTയുടെ ബേസിക്സ്, GST എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നീഡ് ഒക്കെ ഇല്ലേ, ആ ബേസിക്സ് നോക്കി വയ്ക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ GSTയുടെ. അതുപോലെ തന്നെ
മറ്റൊരു ചോദ്യം ഇത് അഡീഷണൽ നൽകുന്നതാണ്. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞു 5 മാർക്കിൻ്റെയിലേക്കും പെടാം. GST രജിസ്ട്രേഷൻ എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സും ടൈപ്സും, അതിൻ്റെ ടൈപ്സ് ആൻഡ് ബെനഫിറ്റ്സ് ഇതെന്തായാലും ഉണ്ടാവും. അത് ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനൊക്കെ നമ്മൾ 5 മാർക്കിന് പ്രതീക്ഷിച്ച് SI കിട്ടും. അതുകൊണ്ടാണ് അങ്ങനൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ലാസ്റ്റ് ഇത്ര തന്നെ. ഈ ചോദ്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന SI ടോപ്പിക്സ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 ലഭിക്കും. ഞാൻ ഇനി 5 മാർക്കിൻ്റെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻ വീഡിയോ ചെയ്യും. ആ വീഡിയോയും കൂടി നിങ്ങൾ നോക്കാം കേട്ടോ. കാരണം അതിൽ ഞാൻ പറയുന്ന പല ചോദ്യങ്ങളും ഉണ്ടാവും. കാരണം ഇവർ 5 മാർക്സിന് സ്കോപ്പ് ഉള്ളത് 1-2 ചോദ്യങ്ങൾ മിക്സ് ചെയ്തിട്ട് SI കിട്ടുന്ന പരിപാടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ SI സ്കോപ്പ് ഉള്ളതല്ല നമ്മൾ SI എന്ന് പറയാം. ബട്ട് അങ്ങനെ അല്ലാത്ത 1-2 ടോപ്പിക്കുകൾ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 5 മാർക്സിന് ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ ചെയ്യും. അതും കൂടി നിങ്ങൾ നോക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന SI ചോദ്യങ്ങൾ. GST റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഓൺലൈനിൽ എങ്ങനെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ITR ഡിഫറെൻറ്റ് ടൈപ്സ്, പിന്നെ TDS പ്രോബ്ലത്തിൻ്റെ ഇൻട്രസ്റ്റ് ലയബിലിറ്റി അഡ്വാൻസ് ടാക്സിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരിക. TCS എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസ്, അതിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ. GSTയുടെ ബേസിക്സ്, GST ഫീച്ചേഴ്സ്, അതിൻ്റെ നീഡ്, പിന്നെ GST രജിസ്ട്രേഷൻ ടൈപ്സ് ആൻഡ് ബെനഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങൾ വീതം 2 ഡയറക്റ്റ് ടാക്സിൽ നിന്നും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും 2 ആണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സെഷൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ സജഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.